ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് ലോസ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് നന്നായിട്ട് ഉറപ്പായിട്ടത് നല്ല ഗുണം ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചോളമാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ അടർത്തിയിട്ടത് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വാങ്ങിച്ചതാണേ. അത് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചൊരു 3 വിസിൽ അടുപ്പിച്ചതിന് ശേഷം അതങ്ങ് നമുക്ക് മാറ്റി വെച്ചേക്കാമേ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതേ 3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തുള്ള വെള്ളമൊക്കെ അതേ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോണുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ടേ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കാം. ഞാനിത് അരമുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു പകുതി ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് സാലഡ് കുക്കുംബറും കുറച്ച് മല്ലിയിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ബൗൾ എടുത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടില്ല, കുഞ്ഞു കുഞ്ഞായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കുംബറും മല്ലിയില നുറുക്കിയതും പിന്നെ ആവശ്യത്തിനുള്ള സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആണെന്ന് മാത്രമല്ല ഭയങ്കര ഹെൽത്തിയാണ്. നമുക്കിത് കുറച്ചൊരു കുഞ്ഞു പ്ലേറ്റ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞതായിട്ട് വരെ. ഇനി ആവശ്യത്തിനുള്ള ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കോൺ വേവിച്ചപ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും നമ്മൾ ഈ പച്ചക്കറികൾക്ക് ചേർത്തപ്പോഴത്തേക്കും ഇനി കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൽ ഓളെന്ന ഓപ്ഷനും കൂടി കൊടുക്കുമ്പം ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി, എല്ലാം കൂടി ബൗളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാമേ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.